ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് കേരളത്തിലെ കലാപങ്ങളുടെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. അതിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രശസ്തമായ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. പണ്ടത്തെ തിരുവിതാംകൂർ എന്ന രാജ്യത്തിലെ വൈക്കം എന്ന ചെറിയൊരു പട്ടണം, അവിടെ ഒരു വലിയ അമ്പലമുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം, ശിവന്റെ അമ്പലം. അന്ന് നമ്മുടെ നാട്ടിലെ വഴികൾ പോലും എല്ലാവർക്കും സ്വന്തമായിരുന്നില്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 വഴികളിൽ ചില ജാതിക്കാർക്ക് നടക്കാൻ പാടില്ലായിരുന്നു. ഇത്ര ദൂരം അകന്നു നിൽക്കണം, ഇല്ലെങ്കിൽ അയിത്തം എന്ന് പറഞ്ഞ് വഴിയുടെ അതിർത്തിയിൽ വലിയ തീണ്ടൽ പലകകൾ സ്ഥാപിച്ചിരുന്നു. ഇത് കണ്ട് ടി.കെ. മാധവൻ എന്നൊരാൾക്ക് ദേഷ്യവും ദുഃഖവും തോന്നി. എന്തൊരു കഷ്ടമാണിത്! എല്ലാവർക്കും ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാൻ അവകാശമില്ലേ? എല്ലാവർക്കും നടക്കാനുള്ള വഴിയിൽ എന്താണ് ഇത്ര പ്രത്യേകത? അദ്ദേഹം ഈ വിഷയം വലിയ നേതാവായ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതോടെ ഈ അടിച്ചമർത്തലിനെതിരെ ഒരു വലിയ സമരം തുടങ്ങാൻ തീരുമാനമായി. സമരം തുടങ്ങാൻ ഒരുങ്ങി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC എന്ന സംഘടന. അതിന് നേതൃത്വം നൽകാൻ KP കേശവമേനോനും K കേളപ്പൻ എന്നിവരും മുൻനിരയിൽ വന്നു. അങ്ങനെ 1924 മാർച്ച് 30 ചരിത്രം കുറിച്ച സംഭവം നടന്നു. 3 ധീരരായ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി ആരായിരുന്നു? പുലയ സമുദായത്തിൽ നിന്നായിരുന്നു. ബാഹുലയനോ ഈഴവ സമുദായത്തിൽ നിന്നും, അതുപോലെ തന്നെ ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിൽ നിന്നും. ജാതിയുടെ പേരിൽ വഴി നിഷേധിച്ച പലകയുടെ അടുത്തേക്ക് അവർ 3 പേരും കൈകോർത്ത് നടന്നു. ഞങ്ങൾ നടക്കും എന്ന അവരുടെ നിശ്ചയദാർഢ്യം കണ്ട പോലീസ് അവരെ തടഞ്ഞു, അറസ്റ്റ് ചെയ്തു. പക്ഷേ അവർ തളർന്നില്ല. പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും 3 പേർ വീതം വന്ന് പോലീസ് ഇട്ട മുടക്ക് കമ്പിവേലിക്ക് മുമ്പിൽ സമാധാനപരമായി ഇരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുമ്പോൾ അടുത്ത സംഘം തയ്യാറായി നിന്നു. ഇതൊരു നിസ്സാര സമരമല്ലെന്ന് മനസ്സിലാക്കിയ അധികാരികൾ വേലി കെട്ടി അതിനു മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി. സത്യാഗ്രഹികളെ തടഞ്ഞാൽ അവിടെ ഇരുന്ന് സമരം ചെയ്യുക എന്നതാണ് ഗാന്ധിജി പഠിപ്പിച്ച വഴി. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പെരിയാർ EV രാമസ്വാമി എന്ന വിപ്ലവകാരി സമരം ഏറ്റെടുത്ത് നടത്താൻ സഹായിച്ചു. ശക്തമായ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം കൂടുതൽ ആളുകളെ സമരത്തിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. വൈക്കത്തെ വീരൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ പിന്നീട് വൈക്കം വീരർ എന്ന് വിളിച്ചു. മന്നത്ത് പത്മനാഭൻ ചെയ്തതോ അതിലും വലിയ കാര്യം. അയിത്തം തെറ്റാണ് എന്ന് ഉയർന്ന ജാതിക്കാർക്ക് പോലും അഭിപ്രായമുണ്ട് എന്ന് ലോകത്തോട് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു. 1924 നവംബറിൽ അദ്ദേഹം ഒരു സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകി, അതായത് ഉയർന്ന ജാതിക്കാരുടെ ഘോഷയാത്ര. വൈക്കത്തിൽ നിന്ന് തുടങ്ങിയ ആ വലിയ നടപ്പ് തിരുവിതാംകൂർ രാജ്ഞിയായ സേതു ലക്ഷ്മിഭായിയെ കാണാൻ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്കായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ആ ജാഥയിൽ പങ്കെടുത്തു. പോലീസുകാരും സത്യാഗ്രഹികളും മുഖാമുഖം നോക്കി നിൽക്കുന്ന ആ കാഴ്ച കാണാൻ മഹാത്മാഗാന്ധി തന്നെ 1925 മാർച്ചിൽ വൈക്കത്തെത്തി. ഗാന്ധിജി രാജ്ഞിയോടും മറ്റ് എതിർപ്പ് പ്രകടിപ്പിച്ചവരുമായി സംസാരിച്ചു. അയിത്തം ഒരു തെറ്റായ ആചാരമാണ്, അത് മാറ്റണം എന്ന് ഗാന്ധിജി ശക്തമായി വാദിച്ചു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1925 നവംബർ 30 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള 4 പ്രധാന വഴികളിൽ 3 വഴികളും എല്ലാ ജാതിക്കാർക്കുമായി തുറന്നുകൊടുത്തു. ഏറ്റവും അടുത്തുള്ള ഒരു വഴിയിൽ മാത്രം അപ്പോഴും വിലക്ക് തുടർന്നു. പൂർണ്ണമായ വിജയമല്ലെങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു. ഈ സമരത്തിൻ്റെ ശക്തി കൊണ്ടാണ് പിന്നീട് 1936 തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അതോടെ എല്ലാ അമ്പലങ്ങളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. ഇനി നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം.
വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1924 എന്നാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അതേതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഓർക്കുക, ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണിത്, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അതേതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭം ഏതാണ്? അതാണ് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 ഡേറ്റ് കറക്റ്റായിട്ട് പഠിക്കുക. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പം എന്നാണ്? 1924 ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണിത്, വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണിത്, വൈക്കം സത്യാഗ്രഹം. അപ്പം എന്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണിത്, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. അപ്പൊ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരാണ്. അവരെങ്ങനെയായിരുന്നു? പുലയ, ഈഴവ, നായർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു സമരമുറ. അപ്പം അവരുടെ സമരമുറ എന്തായിരുന്നു? ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു സമരമുറ. ഐക്യത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കനട സമ്മേളനം. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഐക്യത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാണ്? കാക്കനട സമ്മേളനമാണ്. ഏത് വർഷം? 1923. അപ്പൊ 1923 കാക്കനട സമ്മേളനം ആര് നടത്തി? ടി.കെ. മാധവൻ നടത്തി. ഐക്യത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാണ്? കാക്കനട സമ്മേളനമാണ്. ഏത് വർഷം? 1923. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ടി.കെ. മാധവനും കെ.പി. കേശവമേനോനും. ആ ടി.കെ. മാധവനാണ് എന്ത് ചെയ്തത്? 1923 കാക്കനട സമ്മേളനം, ഐക്യത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കനട സമ്മേളനം. അത് ഏത് വർഷം? 1923. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ ആരൊക്കെയാണ്? ടി.കെ. മാധവനുമുണ്ട്, അതുപോലെ തന്നെ കെ.പി. കേശവമേനോൻ. അപ്പൊ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു സമരമുറ. ഐക്യത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ കാക്കനട സമ്മേളനമാണ്. ഏത് വർഷം? 1923. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ടി.കെ. മാധവനും കെ.പി. കേശവമേനോനുമാണ്. മറ്റു നേതാക്കൾ നമുക്ക് നോക്കാം. സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കൂരൂർ നീലകണ്ഠപിള്ള. അപ്പം മറ്റ് നേതാക്കൾ ചോദിച്ചാൽ സി.വി. കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു, കെ. കേളപ്പൻ ഉണ്ടായിരുന്നു, മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൂരൂർ നീലകണ്ഠപിള്ള.
വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണേത്? വെല്ലൂർ മഠം. വെല്ലൂർ മഠം എവിടെയാണ്? വൈക്കത്ത് തന്നെയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചത് ഏത് മഠമായിരുന്നു? വെല്ലൂർ മഠമായിരുന്നു. അത് ആരുടേതായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റേതായിരുന്നു. വെല്ലൂർ മഠം എവിടെയാണെന്ന് ചോദിച്ചാൽ വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും. അപ്പോൾ ആരൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാരൊക്കെയായിരുന്നു? സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആര്? ആചാര്യ വിനോബ ഭാവെ. അപ്പം ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മറ്റു നേതാക്കൾ ആരൊക്കെയായിരുന്നു? CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കൂരൂർ നീലകണ്ഠപിള്ള. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണേത്? വെല്ലൂർ മഠം. അതെവിടെയാണ്? വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാരൊക്കെയായിരുന്നു? സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനുമായിരുന്നു. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും EV രാമസ്വാമി നായ്ക്കർ എന്നിവർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം 1925. അപ്പോൾ അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്താണ്? ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം 1925. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത്? വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ചോദിച്ചാൽ 1925. 1925 മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതു ലക്ഷ്മിഭായി ആയിരുന്നു. എന്താണ്? 1925 ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് ആരായിരുന്നു? സേതു ലക്ഷ്മിഭായി ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചപ്പോൾ ആരായിരുന്നു? സേതു ലക്ഷ്മിഭായിയും ആയിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും EV രാമസ്വാമി നായ്ക്കറുമൊക്കെ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ചോദിച്ചാൽ 1925. 1925 മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നതും ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിഭായി ആണ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ എവിടെ നിന്നാണ് ജാഥ നയിച്ചത്? മധുരയിൽ നിന്നും വൈക്കത്തേക്കാണ് നയിച്ചത്. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്, അല്ലെങ്കിൽ EVR ആണ്. അപ്പം മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്ന പേരുകളിൽ അറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വൈക്കത്തുമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായി ആണ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്, അല്ലെങ്കിൽ EVR ആണ്. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? EVR ആണ്. അപ്പോൾ ഏതൊക്കെ പേരിലാണ്? പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നതും എവിടെ തന്നെയാണ്? വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ.
അപ്പം എന്താണ്, വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയ വ്യക്തികളാണ് ഇത് അകാലികൾ എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവാരാണ്, ലാല ലാൽ സിംഗ് ആണ്. അപ്പം ഇവിടെ നിന്നെത്തിയവരുടെ കൂട്ടമാണ് അകാലികൾ, പഞ്ചാബിൽ നിന്നെത്തിയവരുടെ കൂട്ടമാണ് അകാലികൾ. അതിൻ്റെ നേതാവാരായിരുന്നു, ലാല ലാൽ സിംഗ് ആണ്. ആരാണ്? ലാല ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവാണ് ആര്? ലാല ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണ്. ഓർത്തു വെക്കുക, എന്നാണ് 1924 നവംബർ 1-നാണ് സവർണജാഥ ആരംഭിച്ചത്. സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12-നാണ്. അപ്പം സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണെങ്കിൽ സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12-നാണ്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ME നായിഡുവാണ്. അപ്പം നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാണ്? ME നായിഡുവാണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായി ആണ്. ഓർത്തുവെക്കുക, വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിഭായി ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധിജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇപ്പൊ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഏത് വർഷമായിരുന്നു? 1924 നവംബർ 1-നാണ്. സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12-നാണ്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാണ്? ME നായിഡുവാണ്. അപ്പം നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാണ്? ME നായിഡുവാണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിഭായി ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയുമാണ്. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു T രാഘവയ്യ. അപ്പൊ വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T രാഘവയ്യാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ 23-നാണ്. അന്ന് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതും. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതും ഇന്ന് തന്നെയാണ് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് ചോദിച്ചാൽ 603 ദിവസമാണ്. എത്ര ദിവസമാണ്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928-മാണ്. അപ്പം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് 1928-ലാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T രാഘവയ്യാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ 23-നാണ്.
വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 തന്നെയാണ്. എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം നീണ്ടുനിന്നു. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ചോദിച്ചാൽ എന്നാണ്? 1928 വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ. വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഈ പേരുകളൊക്കെ പഠിക്കണം, കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ദിവാൻ ആരായിരുന്നു? ME വാട്സൺ ആണ്. ME വാട്സ് ആയിരുന്നു. എന്താണ്? വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ME വാട്സ് ആണ്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ എത്ര പേരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 23,000 പേരാണ് ഒപ്പുവെച്ചത്. അപ്പം വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? ജോർജ് ജോസഫും PM സെബാസ്റ്റ്യനും അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാനുമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ദിവാൻ ആരായിരുന്നു? ME വാട്സ് ആണ്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ എത്ര പേരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 23,000 പേരാണ് ഒപ്പുവെച്ചത്.